ക്ലെൻലിനെസ് ഇസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. നമ്മൾ മലയാളികൾ നല്ല വിശ്വാസികളാണ് അല്ലേ? നമുക്ക് നല്ല ഫെയ്ത്ത് ഉണ്ട്. നമ്മളുടെ ദേവാലയങ്ങളൊക്കെ നമ്മൾ നല്ല സുന്ദരമായിട്ട് പണി തീർത്ത് വളരെ വൃത്തിക്കും ശുചിയായിട്ടും ഒക്കെ നമ്മൾ പരിപാലിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളും അല്ലേ, തൂത്ത് തുടച്ച് ചുറ്റുവട്ടമൊക്കെ മുറ്റമൊക്കെ അടിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മളുടെ ദേവാലയങ്ങളും നമ്മളുടെ ഭവനങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നത് നമ്മളുടെ ഈ ശുചിത്വ ബോധവും ക്ലെൻലിനെസ്സും ഒക്കെ നമ്മളുടേതായിട്ട് സങ്കല്പിക്കുന്ന ആ അതിർവരമ്പുകൾക്കുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ്. ഓക്കെ, നമുക്കിതിനെപ്പറ്റി ഒന്ന് ഇച്ചിരി ആഴത്തിൽ ചിന്തിക്കാം. ഞാൻ ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ, ഒരു ലൈഫ് സ്റ്റൈൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ്. അപ്പം നമ്മുടെ ഈ ക്ലെൻലിനെസ്സും നമ്മുടെ ഹെൽത്തുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലെൻലിനെസ് ഞാൻ പറഞ്ഞു, നമ്മളുടേതായ അതിർവരമ്പുകൾക്കുള്ളിൽ ആണ് നമ്മൾ ഏറ്റവും ക്ലീനായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ വേസ്റ്റ് ഡിസ്പോസൽ, നമുക്ക് ആദ്യം അതിനെപ്പറ്റി സംസാരിക്കാം. ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വേസ്റ്റ് ഉണ്ടാകുന്നു. നമ്മൾ കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നു, അതിൻ്റെ പാക്കറ്റ്സ് ആകാം, നമ്മളല്ലെങ്കിൽ ഇറച്ചിയും മീനും മറ്റ് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ പല TV പ്രോഗ്രാംസിലും സിനിമകളിൽ വരെ കാണാറുണ്ട് ഈ വേസ്റ്റൊക്കെ ഒരു കവറിനകത്ത് കെട്ടി എവിടെയെങ്കിലും കൊണ്ടിടുക എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൻ്റെതായൊരു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ദോഷവശങ്ങളുണ്ടോ നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, കാരണം നമ്മളുടെ പരിസരം ശുചിയാവും, പക്ഷേ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് തട്ടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? അവിടെ ഈ നായ്ശല്യങ്ങൾ, കാരണം ഫുഡ് വേസ്റ്റ് അല്ലേ നമ്മൾ ഈ കൊണ്ടുപോയി കളയുന്നത്. അപ്പം പെസ്റ്റ്സ്, അതായത് റോഡൻസ്, നമ്മുടെ എലികളും മറ്റ് നായകളും പൂച്ചകളും മറ്റ് പല മൃഗങ്ങളും ഈ നമ്മൾ കളയുന്ന വേസ്റ്റിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് അവിടെ ചെല്ലുന്നു. അപ്പോൾ ഇത് രോഗങ്ങൾ പടരാനും ഒക്കെ ഒരു മാർഗമായിട്ട് മാറുന്നു. മാത്രമല്ല, ഇങ്ങനെ വേസ്റ്റ് കുന്നുകൂടിയൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ അവിടെ കൊതുകുകൾ പെരുകും, മറ്റ് പല രോഗങ്ങളും ഉണ്ടാകും. പക്ഷേ ഈ രോഗങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അത് അവിടെ രോഗാണുക്കൾ അവിടെ ഉണ്ടായാൽ അവിടെ മാത്രം അടങ്ങി നിൽക്കത്തില്ല അല്ലേ? അതിപ്പം കൊതുകുകളിൽ കൂടെ ആയാലും വെള്ളത്തിൽ കൂടെ ആയാലും ഒക്കെ നമ്മുടെ അടുത്തേക്ക് തിരികെ വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ നമ്മൾ ക്ലെൻലിനെസ് ഇസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളുടെ വേസ്റ്റ് നമ്മൾ തന്നെ ഏറ്റവും റെസ്പോൺസിബിളായിട്ട് നമ്മളത് ഡീൽ ചെയ്യണം. എങ്ങും കെട്ടി എങ്ങും കൊണ്ടുപോയി കളയരുത്. നമ്മളുടെ വേസ്റ്റ് നമ്മൾ തരം തിരിച്ച് കമ്പോസ്റ്റ് ചെയ്യാവുന്ന വേസ്റ്റ് ആണെങ്കിൽ നമ്മളത് കമ്പോസ്റ്റ് ചെയ്ത്, കത്തിച്ച് കളയാവുന്ന വേസ്റ്റ് ആണെങ്കിൽ കത്തിച്ച് കളഞ്ഞ്, മണ്ണിൽ കുഴിച്ചിടേണ്ട സാധനങ്ങളാണെങ്കിൽ കുഴിച്ചിടുക, റീസൈക്കിൾ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ റീസൈക്കിൾ ചെയ്ത് നമ്മൾ തന്നെ അതിന് ഉത്തരവാദിത്വം എടുത്ത് നമ്മളതിനെ ഡീൽ ചെയ്യണം. ഓക്കെ, അതൊരു കാര്യം. പിന്നെ വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നു, ഇത് വീട്ടിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ്, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന അവസരത്തിൽ നമ്മൾ ഭക്ഷണങ്ങൾ മേടിച്ചെന്നിരിക്കാം, അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പം എവിടെയെങ്കിലും ഒരു ഡസ്റ്റ്ബിനോ കാര്യമോ ഉണ്ടെങ്കിലും വലിച്ചെറിയാതെ, പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ബസ്സിലിരിക്കുന്ന ആൾക്കാർ സാധനങ്ങൾ വലിച്ചെറിയുന്നു, കാറിൽ നിന്ന് പുറത്തോട്ട് സാധനങ്ങൾ, ഇച്ചിരി ഒരു ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോഴത്തേക്ക് കാറിൽ നിന്ന് വലിച്ചെറിയുന്നു. ഇതൊക്കെ എന്താണല്ലേ? കാരണം നമ്മൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, സംസ്കാരമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മളുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ സ്വന്തം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ എൻവയറൺമെൻറ്റിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം അല്ലേ? നമ്മൾ വേസ്റ്റ് ഇവിടെ അവിടെയൊക്കെ എറിയുന്നതിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, വേസ്റ്റ് എവിടെ ഉണ്ടാവുന്നതാണെങ്കിലും, നമ്മൾ യാത്രയ്ക്കിടയിൽ ഉണ്ടാവുന്നതാണെങ്കിലും, നമ്മൾ സ്ഥലത്ത് പോയി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കളയാൻ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ ഒരു അവസരം ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ കൊണ്ടുവരിക, തിരികെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക. അതാണ് നമ്മൾ ശരിയായി നല്ല എന്താ പറയുക, എത്തിക്കലായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഒരു മനുഷ്യത്വവും നമുക്കൊരു സെൻസ് ഓഫ് ക്ലെൻലിനെസ്സും സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ നമ്മൾ കുട്ടികളെയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എവിടെ എന്ത് കളയുന്നുവോ അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. അത് ചിലപ്പോൾ രോഗമായിട്ടായിരിക്കും തിരികെ വരുന്നത്, ചിലപ്പോൾ അത് പരിസ്ഥിതി മലിനീകരണമായിട്ടായിരിക്കും, ഏതെങ്കിലും ഒരു രീതിയിൽ.
പിന്നെന്താ പറയുക, നമ്മളൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഫങ്ഷൻ, ഓക്കെ, അപ്പം നമ്മളൊരു ഫങ്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയമായിരിക്കാം, വിവാഹമായിരിക്കാം, അവിടെയൊക്കെ നമ്മൾ എങ്ങനെ വേസ്റ്റ് കുറയ്ക്കാമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പണ്ടത്തെ കാലത്ത് സ്റ്റീൽ പാത്രങ്ങളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത്, സ്റ്റീൽ ഗ്ലാസ് അത് ഇപ്പോഴും ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ്സിന് പകരം നമ്മൾക്ക് റീയൂസബിളായ സ്റ്റീൽ പ്ലേറ്റ്സോ സെറാമിക് പ്ലേറ്റ്സോ കേറ്ററേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് പ്ലാസ്റ്റിക് ഗ്ലാസ്സിന് പകരം സ്റ്റീൽ ഗ്ലാസ്സസ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ അടുത്ത് പറയാം. ഇതൊക്കെ ഒരു വലിയ സോഴ്സ് ഓഫ് കണ്ടാമിനേഷനാണ്. നമ്മുടെ സോയിൽ കണ്ടാമിനേഷനും സീ കണ്ടാമിനേഷനും ഒരു വലിയ സോഴ്സാണ് കേറ്ററിങ്ങിൽ നിന്ന് വരുന്ന വേസ്റ്റ്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാർട്ടീസിലും അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ഇവൻസിലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും ഇങ്ങനെ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഉപയോഗം തീരെ കുറയ്ക്കുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് വാഴയില ഉപയോഗിക്കാം, പാള കൊണ്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള പ്ലേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, പല പുതിയ ഉൽപ്പന്നങ്ങളുണ്ട് കുറേയും കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങനത്തെ നല്ല ചോയ്സസ് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് വരുന്നത്? നമ്മൾക്ക് ഉള്ളിൽ തന്നെ ഈ ശുചിത്വ ബോധം വളരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരുന്നു, നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷവും നമ്മൾ ജീവിക്കുന്ന ഈ പരിസരവും എല്ലാം നമുക്ക് വൃത്തിയായിട്ടും ശുചിയായിട്ടും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ എളിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. നന്ദി, നമസ്കാരം.